കറുത്തച്ചൻമേട് ഈ സ്ഥലത്ത് പോയി വന്നതിന് ശേഷമാണ് ഐറിന്റെ ജീവിതം മാറി മറിഞ്ഞത്. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത സോമരാജനെ തപ്പിപ്പോയപ്പോൾ സോമരാജനും ഈ ലോകം വിട്ടു പോയിരിക്കുന്നു എന്നൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഷഫീഖിന് അറിയാൻ പറ്റിയത്. ഇതിലെന്തോ ഒരു സംശയം തോന്നി ഷഫീഖ് ഐറിന്റെ കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന പോലീസിന്റെ അടുത്തേക്ക് പോകുന്നു. അവരാലൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ ആത്മാക്കളും എന്നൊരു ബന്ധിച്ച കാര്യങ്ങളൊന്നും അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പോലീസുകാരനാണ് നോഷി എന്ന് പറയുന്ന ഒരു പുതിയ കഥാപാത്രത്തെ ഷഫീഖിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നോഷി ഒരു സൈക്കോളജി പ്രൊഫസറാണ്. അതേസമയം തന്നെ അബ്നോർമൽ വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലും കൂടി നടത്തുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ പാരനോർമൽ എക്സ്പീരിമെന്റ്സ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണെന്നും അദ്ദേഹത്തെ പോയി കാണാനും ഷഫീഖിനോട് ഈ പോലീസ് ഓഫീസർ പറയുകയാണ്. നോഷിയെ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്ത് ഇവർ രണ്ടാളും ഇതിനു വേണ്ടി നിൽക്കുന്ന സമയത്താണ് രമ്യയുടെ ഒരു കോള് വരുന്നത്. അവർക്ക് ഷഫീഖിനോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പെട്ടെന്ന് കാണണമെന്നും പറഞ്ഞപ്പോൾ ഷഫീഖ് പെട്ടെന്ന് അവളെ കാണാൻ പോകും. ആ കൂടിക്കാഴ്ചയിൽ രമ്യയും രമ്യയുടെ സുഹൃത്തായ ഷീബയും കൂടിയും ഷഫീഖിനോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഐറിന് കറുത്തച്ചൻമേടിൽ നിന്നുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ അതിനുശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരൂഹമായ നിമിഷങ്ങളും അവൾ അവരോട് പറഞ്ഞിരുന്നു. അത് ഷഫീഖിനോട് പറഞ്ഞപ്പോൾ ഷഫീഖ് ഞെട്ടിപ്പോയി. ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടിലേക്ക് വരും.